ഹലോ ഗൈസ്, അന്ന് ഞങ്ങൾ ചൈനയിലാണുള്ളത്. ചൈനയിൽ ടിയാൻജിനിൽ. അവിടെ ഞാനും സെക്കൻഡ് എഞ്ചിനീയറാണ് ഷോർ ലീവിന് വേണ്ടി ഇറങ്ങിയത്. നേരെ പോയതൊരു മോളിലേക്കായിരുന്നു. കാരണം സെക്കൻഡ് എഞ്ചിനീയർക്ക് ഒരു മൊബൈൽ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. മോളുകളൊന്നും നമ്മളെ നാട്ടിൽ കാണാത്ത ഒന്നല്ല. ഇഷ്ടംപോലെ മോളുണ്ട്, ലുലു മോള് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് മോളൊന്നും കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എപ്പോഴും. ഇത് ഇങ്ങനെ ഒരു വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മോളിലേക്ക് വരാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ മുകളിൽ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഈ ഒരു സൂഷി കണ്ടത് കിടന്ന് കറങ്ങുന്നത്. അതൊരു രസം തോന്നിയപ്പം വെറുതെ വീഡിയോ എടുത്തുന്നുള്ളൂ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ചത് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തോന്നി. ചൈനീസ് ഒരു ആംബിയൻസ് കണ്ടപ്പോൾ കയറി. പക്ഷേ ഫുഡ് ഞങ്ങൾക്ക് പണി കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ ചുണ്ടും വായും എല്ലാം എരിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ കഴിക്കാനേ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ചൈനീസ് ലോക്കൽ മാർക്കറ്റ്, അതായത് നമ്മളെ നാട്ടിലൊക്കെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ടാവില്ല, അതുപോലൊരു മാർക്കറ്റ് പോയി വെറുതെ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കണ്ട്. നമുക്കൊന്നും കഴിക്കാൻ പറ്റാത്തപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷേ ചിലത് നല്ല രസമുള്ള കാര്യങ്ങളുണ്ട്. ഈ ബണ്ണും പേസ്ട്രി ഐറ്റംസൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു പൊറോട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. കഴിച്ചിട്ടില്ല. അവിടെയും ഞങ്ങൾ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു, മീനിൻ്റെയും ഇറച്ചീൻ്റെയും ഭാഗത്ത്. അവിടെയാണെങ്കിൽ നമ്മൾ കാണാത്ത പലതരത്തിലുള്ള മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നടന്നു. ഒന്നും വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടും കാര്യമില്ല, കപ്പലിൽ കൊണ്ടുപോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ വെറുതെ പല തരത്തിലുള്ള ഷെൽ ഐറ്റം, നമ്മളൊന്നും കാണാത്ത ഓയിസ്റ്റേഴ്സ്, നമ്മളെ നാട്ടിലത്തെ കടുക്ക അതുപോലെ ഇരുന്ത്, പല ടൈപ്പിലുള്ള ചെമ്മീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പക്ഷേ എല്ലാം ലൈവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം പിസ്ത, ബദാം, സൺഫ്ലവർ സീഡ്, നമ്മളെ നാട്ടിൽ കാണാത്ത കുറേ ഐറ്റംസ്. അവിടുന്ന് കുറേ സാമ്പിൾ ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയി പുറത്ത്, ഞങ്ങളെ ഫുഡ് ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു, ബാർബക്യൂ ആകുമ്പം എപ്പോഴും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടുന്ന് കുറച്ച് ബാർബക്യൂ കഴിച്ചു, ചിക്കൻ ഒക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ലൈവ് മ്യൂസിക്കുള്ള ഒരു ബാർ കയറി. നല്ലൊരു ആംബിയൻസ് ഉള്ള ബാറായിരുന്നു. ലൈവ് അടിപൊളി ഫിലിപ്പീനോ ബാൻഡായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ കപ്പലിലേക്ക് തിരിച്ച് യാത്രയായി. വീണ്ടും കപ്പലിലേക്ക്.